ഈ കഥ നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 2021. വിജുവും നന്ദുവും നല്ല സുഹൃത്തുക്കളാണ്. ഒരിക്കൽ കിളിമാനൂർ പട്ടണത്തിൽ നിന്നും ഇരുവർക്കും അല്പം വൈകി രാത്രി 10:30 മണിയോടെ പാലോട് എന്ന ഗ്രാമപട്ടണത്തിലേക്ക് പുറപ്പെടേണ്ടി വന്നു. പക്ഷേ കിളിമാനൂർ പട്ടണത്തിൽ നിന്നും പാലോട് ചെറു പട്ടണത്തിലേക്ക് വരുവാൻ വന അതിർത്തിയോട് ചേർന്നുള്ള ഒരു റോഡാണ് എളുപ്പമാർഗമായി അവർ തിരഞ്ഞെടുത്തത്. പക്ഷേ ആ വഴിക്കൊരു പ്രശ്നമുണ്ട്. ആ വഴിയിലൂടെ പോകുമ്പോൾ സുമതി വളവിൽ കൂടി വേണം പോകുവാൻ. എന്താണ് സുമതി വളവിൻ്റെ പ്രത്യേകത എന്നല്ലേ? തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാർക്ക് ഈ സുമതി വളവ് കേട്ടുകേൾവിയുള്ളതാണ്. എന്നാൽ മറ്റു ജില്ലക്കാർക്കായി സുമതി വളവിനെക്കുറിച്ചും സുമതിയെക്കുറിച്ചും ഒന്ന് വിശദമാക്കാം. എങ്കിലേ ഈ കഥയ്ക്ക് പൂർണ്ണമായി മുന്നോട്ടു പോകുവാൻ കഴിയുകയുള്ളൂ. ആരായിരുന്നു സുമതി? ഇപ്പോഴുള്ള സുമതി ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം മലഞ്ചെരുവിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഈ റോഡിന് വലതുവശത്തുള്ള കാടിന് ഭീകരത നൽകുന്ന ഒരു യക്ഷി. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് സുമതി ആരാണെന്ന് ചോദിച്ചാൽ 19-20 വയസ്സ് പ്രായമുള്ള വെളുത്ത് വടിവൊത്ത ശരീരത്തിൽ അങ്ങ് കണങ്കാൽ വരെ നീണ്ടു കിടക്കുന്ന മുടിയുള്ള, ആരെയും അസൂയപ്പെടുത്തുന്ന കരിനീല കണ്ണുകളോടുകൂടിയ ഒരു സുന്ദരി. അവളാണ് സുമതി. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത്. അങ്ങനെയാണ് താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി അവൾ എത്തുന്നത്. താണു മുതലാളിക്ക് രത്നാകരൻ എന്നൊരു മകനുണ്ടായിരുന്നു. ആ 24-കാരനുമായി അവൾ സ്വാഭാവികമായും പ്രണയത്തിലായി. പ്രണയം മൂർധന്യ അവസ്ഥയിലെത്തിയപ്പോൾ രത്നാകരൻ്റെ വിവാഹ വാഗ്ദാനത്തിൽ മയങ്ങിയാവണം സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരൻ്റെ മനസ്സു മാറി, വാക്കും മാറി. എന്നാൽ സുമതിക്ക് ഒന്നിൽ നിന്നും പിന്മാറാൻ കഴിയുമായിരുന്നില്ല. തന്നെ വിവാഹം കഴിക്കണമെന്ന് സുമതി രത്നാകരനോട് വാശി പിടിച്ചു. പക്ഷേ രത്നാകരന് സുമതിയുടെ നിർബന്ധം താങ്ങാനാവാതെയായി. അയാൾ സുമതിയെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടാൻ ശ്രമം തുടങ്ങി. എന്നാൽ ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടു തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നാട്ടുകാരുടെ മുന്നിൽ തൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി താണുപിള്ളയുടെ മകനാണെന്ന് ഉറക്കെ വിളിച്ചു പറയുമെന്നുള്ള സുമതിയുടെ ഭീഷണിയിൽ രത്നാകരൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അയാൾ അസ്വസ്ഥനായി. ദിവസങ്ങൾ കഴിയവേ സുമതിയുടെ ഉദരത്തിലെ ജീവനെക്കുറിച്ചുള്ള ചിന്ത അയാളെ സമ്മർദ്ദത്തിലാഴ്ത്തി. ഒടുവിൽ അയാൾ ഒരു വഴി കണ്ടെത്തി. അത് നടപ്പിലാക്കാൻ ഒരു പദ്ധതി അയാളും അയാളുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന രവീന്ദ്രനും ചേർന്ന് തയ്യാറാക്കി. ആ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാൻ തൊട്ടടുത്തുള്ള മതിര എന്ന പ്രദേശത്ത് നടക്കുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം വരെ അവർ കാത്തിരുന്നു. അവർ തയ്യാറാക്കിയ പദ്ധതിയുടെ ആദ്യ ഘട്ടപ്രകാരം രത്നാകരൻ സുമതിയോടുള്ള വെറുപ്പ് അവസാനിപ്പിച്ചു. അവളുമായി പഴയതുപോലെ വീണ്ടും അടുപ്പം കൂടുന്നതായി അഭിനയിച്ചു. സുമതിയാകട്ടെ രത്നാകരൻ്റെ അഭിനയ പ്രകടനത്തെ ഒട്ടും സംശയിച്ചില്ലതാനും. അങ്ങനെ പദ്ധതിയുടെ അവസാന ഘട്ടം നടപ്പിലാകുവാൻ പോകുന്ന ദിവസം വരെയും രത്നാകരൻ തൻ്റെ സ്നേഹ അഭിനയങ്ങൾ തുടർന്നു പോന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. (1953) ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണി. പാങ്ങോട് മധുരാദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുന്നു. ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞാണ് രത്നാകരൻ തൻ്റെ അംബാസിഡർ കാറിൽ സുമതിയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. എന്തായാലും കാർ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പദ്ധതി പ്രകാരം കാറ് കാത്തു നിന്നിരുന്ന
സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റി. എന്നാൽ കാർ പാങ്ങോട് എത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് പകരം നേരെ പാലോടേക്ക് തിരിഞ്ഞു. മൈലമൂട് എന്ന പ്രദേശത്തെ പാലത്തിന് സമീപം വന അതിർത്തിയിൽ എത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിലേക്ക് രത്നാകരൻ കയറ്റി നിർത്തി. വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് ഇതിലെ കുറുക്കു വഴിയുണ്ടെന്ന് പറഞ്ഞു ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച സുമതി ഇവർക്കൊപ്പം നടന്നു. സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിലെത്തിച്ച് കൊല നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരൻ്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ കൊടുങ്കാട്ടിൽ അവളുടെ നിലവിളി ആരു കേൾക്കാൻ? അവളെ പിന്തുടർന്ന് പിടിച്ച ശേഷം കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലൂടെ വലിച്ചിഴച്ച് രത്നാകരനും കൂട്ടുകാരനും നടന്നു. പക്ഷേ അവർക്ക് ഒരു അബദ്ധം പറ്റി. വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ് തിരിഞ്ഞു മറിഞ്ഞ് വീണ്ടും അവരുടെ അരികിലെത്തി. ദിശ തെറ്റിയ ഇരുവരും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് റോഡ് അരികിലേക്ക് തന്നെയായിരുന്നു. കല്ലറ പാലോട് റോഡിൽ, ഇപ്പോൾ സുമതിയെ കൊന്ന റോഡ് എന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തായിരുന്നു അവരെത്തിയത്. പിന്നെ നടന്നത് കൊടും ക്രൂരത. രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്തു മലർത്തിവെച്ചു. വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ കൊല്ലല്ലേ എന്നും എവിടെയെങ്കിലും ഉപേക്ഷിച്ചോളൂ, ഒരിക്കലും തിരിച്ചു വരില്ലെന്നും അവൾ കരഞ്ഞു പറഞ്ഞു. പക്ഷേ കഴുത്തിൽ കത്തി താഴ്ന്നു. ചീറ്റിയൊഴുകിയ രക്തം കണ്ട് ഇരുവരും ഞെട്ടി. കഴുത്ത് അറ്റുമാറാറായ നിലയിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ ഓടി. ഒരു മരത്തിൽ ചാരിവെച്ച നിലയിലായിരുന്നു സുമതിയുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തിയത്. ഈറ്റ വെട്ടാനെത്തിയ ആദിവാസികളായ കാണിക്കാർ ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ മൃതദേഹം കാണുന്നത്. അന്നു മുതലാണ് ഇവിടം സുമതിയെ കൊന്ന വളവാകുന്നത്. ഈ സുമതി ഇപ്പോഴും രക്തദാഹിയായ ഒരു യക്ഷിയായി അർദ്ധരാത്രികളിൽ ഈ വളവ് ഭാഗത്ത് അലഞ്ഞു തിരിയുന്നു എന്നാണ് ഈ പ്രദേശത്തുള്ളവരുടെ വിശ്വാസം. ഈ പ്രദേശത്തുള്ളവരുടെ മാത്രമല്ല, അർദ്ധരാത്രിയിൽ ഈ വഴി പോയിട്ടുള്ള പുറം നാട്ടുകാരുടെ സുമതിയെക്കുറിച്ചുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ഭീകരമാണ്. ഈ കഥ കേട്ടറിഞ്ഞ കഥകളാണ്. എന്നാൽ ഇപ്പോഴും സുമതി വളവിനെ ഭയക്കുന്നവർക്ക് അടുത്ത കാലത്തായി പറയത്തക്ക വിധത്തിലുള്ള ഭയാനകമായ കഥകളൊന്നും പറയാനുണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ്. അതിൻ്റെ ഒരു ധൈര്യത്തിലായിരിക്കാം വിജോയും സുഹൃത്തും രാത്രി ആയിരുന്നിട്ട് കൂടി ആ വഴി തിരഞ്ഞെടുത്തത്. ഏതായാലും ഇരുവരും പാലോട് പട്ടണത്തെ ലക്ഷ്യമാക്കി സുമതി വളവിനരികിലേക്ക് ബൈക്കിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉള്ളത് ഇരുവരും ഓർത്തു കാണില്ല. പക്ഷേ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർമ്മപ്പെടുത്താനെന്ന വണ്ണം സുമതി വളവ് ഒരു സുന്ദരിയെപ്പോലെ അണിഞ്ഞൊരുങ്ങും വിധം വളവിനരികിൽ നിന്നിരുന്ന മഞ്ഞ കുറ്റിമുല്ലകൾ പൂത്തുലഞ്ഞു. മാത്രമല്ല വശ്യമായൊരു ഗന്ധവും അവിടെ ആകെ പരന്നു. ഇത്രയും ഭംഗിയിൽ പൂർണ്ണ നിലാവിൽ കുളിച്ചൊരുങ്ങി നിൽക്കുന്ന ആ വളവിലൂടെ ഇനി വരാൻ പോകുന്നവർ രണ്ടു പേർ. അവർ ഒരിക്കലും ജനുവരി 27 എന്ന ഈ ദിവസത്തെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാത്തവർ.